ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എന്നൊരു സൺഡേ ആണ് കേട്ടോ, ഒരു വീക്കെൻഡ് കൂടിയാണ്. അപ്പം എല്ലാ വീക്കെൻഡിലും ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ പുറത്തു പോകാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ അത് നടക്കാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾ പോകുന്നത് കുറേ കാലത്തെ ഞങ്ങളുടെ ആഗ്രഹമാണ് ഹംപാക്ക് വെയിൽസിനെ കാണാമെന്നുള്ളത്. അതിൻ്റെ സീസണാണ് ഇപ്പം ഓസ്ട്രേലിയയിൽ കേട്ടോ. അപ്പം ഞങ്ങൾ ദൂരെ നിന്നൊക്കെ ഈ ബോണ്ടായി ബീച്ചിലും ഒക്കെ പോയപ്പോൾ ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ക്രൂസിന് പോവുകയാണ്. അവിടുന്ന് 9:30-ക്കാണ് കേട്ടോ ക്രൂസ് ക്രൂസ് എടുക്കുന്നത്. അപ്പം ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോകുന്നത്. മെട്രോ കുറച്ച് പണി ആയതുകൊണ്ട് മെട്രോ ഇല്ല. അപ്പോൾ ബസ്സിനാണ് പോകേണ്ടുന്നത്. ബസ്സിനും ട്രെയിനും ഒക്കെയാണ് കേട്ടോ പോകേണ്ടുന്നത്. അപ്പോൾ അവിടെ എത്താൻ കുറച്ച് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു. ഇപ്പോൾ സമയം 5:30 കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇനി ഒന്ന് ഒരുങ്ങണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പോകണം. അപ്പോൾ വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. നല്ല വെയിലായിരിക്കും. അപ്പോൾ വെയിലിനെ കാണാൻ പോകുമ്പം നല്ല വെയിലായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ സൺസ്ക്രീൻ ഒക്കെ വാരി പൊത്തേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നത് മോയ്സ്ചറൈസറാണ്. സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇടാറ്. ഇത് അവൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ്. ഞാൻ അന്ന് ഒരു ഷീറൻസ് ക്ലബിൻ്റെ കൂടെ പോയപ്പം അവർ തന്ന ഗുഡീസിലായിരുന്നു കേട്ടോ ഈ സൺസ്ക്രീൻ. നല്ല ബ്രാൻഡാണെന്ന് തോന്നുന്നു. ക്വൈറ്റ് എക്സ്പെൻസീവാണ്, ഞാൻ നോക്കിയായിരുന്നു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. ലൈറ്റായിട്ട് ഇരിക്കും, പിന്നെ അധികം സ്മെല്ലൊന്നുമില്ല. അപ്പം നല്ലതാണ്, ഇട്ടതുപോലൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ദേഹത്ത് തേക്കാൻ വേണ്ടിയിട്ട് ഈ നിവ്യയുടെ സൺസ്ക്രീനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കാരണം മറ്റേത് അത്രയും ബോഡിയിൽ തേക്കാൻ വേണ്ടിയിട്ട് അത്രയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരി, ഞാൻ റെഡി ആവട്ടെ. കാരണം ഫോണിൽ ചാർജില്ല. അപ്പോൾ ഫോണിലൂടെ ചാർജ് ചെയ്യണം. റെഡി ആയിട്ട് ഞാൻ വരാം കേട്ടോ. അങ്ങനെ ഞാൻ ചടപടയും റെഡി ആയിട്ടുണ്ട്. ഇപ്പം 5:50 6:15 ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. 6:20 ഇവിടുന്ന് ഞങ്ങളുടെ ബസ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകാൻ എൻ്റെ ഹസ്ബൻഡിന് പറ്റും, എനിക്കങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചാടിക്കയറി കഴിച്ചിട്ടേ ഇറങ്ങാറുള്ളൂ. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കംപ്ലീറ്റ് ട്രിപ്പും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് കഴിച്ചിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. റെഡിയായി. ഇപ്പം 6:10 കേട്ടോ. ഞങ്ങൾ ഓടുകയാണ്. 6:20 ബസ്. പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. പക്ഷേ ട്രാഫിക് ലൈറ്റൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പം ഇറങ്ങട്ടെ. ഞാൻ സാധാരണ പെണ്ണുങ്ങളാണ് ലേറ്റ് ആവുന്നതെന്നൊരു ഒരു ഇതുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് കണ്ടില്ല, എൻ്റെ ഹസ്ബൻഡാണ് എല്ലാ പ്രാവശ്യവും ഈ ഷൂ ഇടാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് എടുക്കും. വേഗം ചിരിച്ചോണ്ടിരിക്കുന്നു, വേഗം. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഇപ്പം. ഇവിടുന്ന് വെസ്റ്റ് മീഡിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് റെഡ്ഫേൺ സിഡ്നിന്ന് ക്രോണൂല വോഫിലേക്ക് പോകും. ഇതാ വന്ന ബസ്. ആ ബസ് ഞങ്ങളുടെ അല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വേറൊരു ബസ്സിലാണ് പോകുന്നത്. മെട്രോ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. സിഡ്നിയിലേക്ക് ഡയറക്റ്റ് മെട്രോ ഉണ്ട്. അവിടുന്ന് ട്രെയിൻ കയറി ക്രോണൂലയിലോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ വട്ടം കറങ്ങി പോകേണ്ടി വരും. കാരണം ഇതാ വരുന്നു കേട്ടോ. യെസ്, നമ്മുടെ
ഞങ്ങളുടെ ബസ് എത്തി. അങ്ങനെ ഞങ്ങൾ ക്രോണുല സ്റ്റേഷനിലെത്തി. ഇനി ക്രോണുല വോഫിലോട്ട് നടക്കുകയാണ്. ഞങ്ങളിവിടെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ, വെഡ്ഡിങ് കേക്ക് റോക്കിൽ ആ ഒരു ട്രെക്കിങ്ങിന് പോയില്ലേ, അത് ഇവിടെ നിന്നായിരുന്നു. ഇവിടുന്ന് ഫെറി കയറിയിട്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ക്രൂസിനാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ഓൾഡ് ബിൽഡിങ്സ് ഒക്കെയാണ് ഇവിടെ. ഇവിടെ ഫുള്ള് ഓസ്ട്രേലിയൻസ് ആണ്, മെജോറിറ്റിയും ഓസ്ട്രേലിയൻസ് ആണ് കേട്ടോ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വോർഫിലെത്തി. സമയം ഇപ്പം 8:24. ഞങ്ങളുടെ 9:30-ക്കാണല്ലേ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂർ ഞങ്ങൾക്ക് ടൈം ഉണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. ശരിക്കും ഇല്ലേ, ഞങ്ങൾ സാറ്റർഡേ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. സാറ്റർഡേ ഒരു ഉച്ചയ്ക്കായിരുന്നു ഞങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വെതറിൻ്റെ പ്രോബ്ലം കാരണം അതവർ ക്യാൻസൽ ചെയ്തു. സൺഡേ ഉച്ചയ്ക്കാക്കി മാറ്റി. പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു സൺഡേ ഉച്ചയ്ക്ക് പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ രാവിലെ ആക്കി കേട്ടോ. ചേട്ടൻ പറയുന്നത് ഉച്ചയ്ക്കാണ് വെയിൽസിനെ കാണാൻ കൂടുതൽ ചാൻസ്. ബട്ട് ഐ റിയലി ഹോപ്പ് എനിക്ക് കാണാൻ പറ്റണേന്ന് ഞാൻ അത്രയ്ക്കും ആഗ്രഹിക്കുന്നു. I hope so. Finger crossed. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ഇരിക്കുന്നത് എൻ്റെ നിഘണ്ടുവിലില്ല. What man? ഇവിടെ ഒരുപാട് ബോട്ടുകളുണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് ബോട്ട്സ് കൂടാണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ കാറ് പോലെ തന്നെയാണ് ബോട്ടും ഇവർക്ക്. ഈ വരുന്നതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. ഇതിലായിരിക്കും നമ്മൾ കയറുന്നത്. പക്ഷെ എപ്പോൾ കയറാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ നിന്നപ്പം ഒരാൾ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചു. അന്നേരം അയാളോട് ചോദിച്ചു കാണാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം 100% കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ ഇന്നലെ പോയതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കേട്ടോ. അപ്പം അത് കുറച്ച് അടുത്ത് വന്നിട്ടാണ് വെയിൽസ് കുറച്ച് അടുത്ത് വന്ന കേട്ടോ. റൂൾസ് അനുസരിച്ച് 200 മീറ്റർ അകലെ നമ്മൾ നിൽക്കണം. പക്ഷെ അവർ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇറ്റ്സ് കൂൾ. സോ യാ, ഐ ആം എക്സൈറ്റഡ്. നമുക്ക് കാണാൻ പറ്റുമോ? അയാൾ എന്താ പറഞ്ഞേ? കാണാൻ ചാൻസ് ഉണ്ട്. ഒരു വൈൽഡല്ലേ വെയിൽസ്, ഒരു ചാൻസ് ഉണ്ട്. നല്ലൊരു ചാൻസ് ഉള്ള സമയമാണിത്. പിന്നെ എന്ത് കഴിഞ്ഞ കാണിച്ച ഫോട്ടോസ് കാണിച്ചിരുന്നു, ഇന്നലെ കണ്ട. ദാറ്റ് വാസ് റിയലി നൈസ്. അതേപോലെ എന്തെങ്കിലും കാണാൻ പറ്റി കഴിഞ്ഞാൽ ടോട്ടലി വർത്ത് ഇറ്റ്. അതെ, 1-2 വെയിലിനെ കണ്ടെങ്കിൽ അതേപോലെ ഫോട്ടോ കാണാൻ പറ്റി കഴിഞ്ഞാൽ ടോട്ടലി വർത്ത്. അതെ അതെ. ഒരാൾക്കാണോ? 2 പേർക്കും കൂടെ. ഇതിൻ്റെ ടിക്കറ്റിൻ്റെ പ്രൈസ് $170 ആണ് കേട്ടോ, 2 പേർക്കും കൂടെ. അതായത് പെർ പേഴ്സൺ $85. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. എടുത്തില്ല ഇതുവരെ. ഞങ്ങൾ മേളത്തെ സീറ്റ് തന്നെ പിടിച്ചേട്ടോ. മുകളിലാണ് കുറച്ചുകൂടെ വ്യൂ നല്ലത് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ മേളിൽ തന്നെ കയറിയിരിക്കുകയാണ്. Are you excited? Very excited. Safety wear and just stuff around the boat. So firstly, there's a lot of places to sit on this boat. We've got seats upstairs, although it is a bit packed up there this morning. So I recommend if you guys are up there, just stay up there and no one else goes back up. But we do have seats up the front of the boat. You can use those 2 steps on the side to just go up. അങ്ങനെ ബോട്ട് എടുത്തു. ഞാനൊരു പെർഫെക്റ്റ് സ്പോട്ടിൽ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഈ വീടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, അതും കടലിൻ്റെ തൊട്ടടുത്ത്. വെള്ളത്തിന് പ്രോപ്പർ ടർക്കോയിസ് കളർ തന്നെയായിരുന്നു കേട്ടോ. മാൽദീവ്സിൽ വെച്ചായിരുന്നു ഞാൻ ഇങ്ങനത്തെ കളർ ആദ്യമായിട്ട് കാണുന്നത്. ബോട്ട് എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കടലിലോട്ട് നോക്കിയിരിക്കുമായിരുന്നേ, വെയിൽസിനെ കാണാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് ഒരു 20 മിനിറ്റ് ഓടിച്ചായിരുന്നേ വെയിൽസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്.
അങ്ങനെ ഒരു ഉൾക്കടലെത്തിയപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് പറഞ്ഞു 10 o'clock എന്ന്. അപ്പോൾ എല്ലാവരും ആ ഡയറക്ഷനിലോട്ട് നോക്കി കേട്ടോ. അപ്പം ദൂരെ നമുക്ക് വെയിൽസിനെ കാണാൻ പറ്റിയായിരുന്നു. അത് അടുത്തെത്താൻ വേണ്ടിയിട്ട് ഈ ഡ്രൈവർ ഒരു 1.5 സ്പീഡിൽ അങ്ങോട്ട് വിട്ടു കേട്ടോ. എൻ്റെ ദൈവമേ, ഞാനൊക്കെ പറന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. ഫോണൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു. അതിങ്ങനെ കാറ്റത്ത് പറന്നു പോകുന്ന വരെ ഞാൻ പേടിച്ചു പോയായിരുന്നു. അങ്ങനെ നടുക്കടലിലെത്തി കുറേ നേരം ഞങ്ങൾ ഒരു ഗ്ലിംസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നേ. അപ്പോൾ ദേ ചെറുതായിട്ട് ഒന്ന് കാണിച്ചു ആശാട്ടിയായിരുന്നു കേട്ടോ. അമ്മയും കുട്ടികളുമായിരുന്നു. അമ്മ ട്രെയിൻ ചെയ്യുമായിരുന്നെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുട്ടികളെ എങ്ങനെയൊക്കെയാണ് വാല് പൊക്കേണ്ടുന്നതും ഒക്കെ എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഗ്ലിംസാണ് തന്നത് ആദ്യമൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നോക്കിയിരുന്ന അവസാനം അതിൻ്റെ വാലൊന്ന് നോക്കി. അയ്യോ, എന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ. പക്ഷെ ഞാൻ ഇത് മാത്രമല്ല എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് അതിൻ്റെ ഫേസും കൂടെ കാണണം എന്നായിരുന്നു എൻ്റെ ഒരാഗ്രഹം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ കുറേ നേരം കിടന്നു. പിന്നെ അന്ന് ഞങ്ങൾ രാവിലെ കണ്ട ആളും ഇത് തന്നെയാണ് കേട്ടോ കാണിച്ചത്. ഫേസൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പം ഞങ്ങൾ അതും പ്രതീക്ഷിച്ച് കുറേ നേരം അവിടെ നിന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഉണ്ടായില്ല. വാല് മാത്രമേ പുള്ളിക്കാരി പൊക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മുഖം കാണിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലിരുന്നപ്പോഴാണ് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഡോൾഫിൻസ് വന്നത് കേട്ടോ. ഒരു 1.5 വരവായിരുന്നു അവരുടെ. പൊതുവേ ഡോൾഫിൻസ് ഒക്കെ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞങ്ങളുടെ ബോട്ടിൻ്റെ അടുത്തോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ഡോൾഫിൻസ് പൊതുവെ ട്രാവൽ ചെയ്യുന്നത് കൂട്ടത്തോടാണ്. അതുകൊണ്ട് തന്നെ പ്രിഡേറ്റേഴ്സ് അവരെ അധികം അറ്റാക്ക് ചെയ്യാറില്ല. അതുമാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യമാണ്, ഇൻ കേസ് ഞാൻ എങ്ങാനും വെള്ളത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പം എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഡോൾഫിൻസ് ഒക്കെ വരുമെന്ന്. കാരണം ദേ ഹാവ് നാച്ചുറൽ ഇൻസ്റ്റിങ് ടു പ്രൊട്ടക്ട് അതർ ക്രിയേച്ചേഴ്സ് എന്നാണ് കേട്ടോ പറയാറ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്കൊന്ന് വെള്ളത്തിൽ ചാടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നേ. ഏതായാലും ഈ ഡോൾഫിൻസിൻ്റെ എൻട്രി ഒരു ചെറിയോൺ ടോപ്പ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ചെറിയോൺ ടോപ്പ് പോലായിരുന്നു ഡോൾഫിൻസിനെ കണ്ടത്. സോ ഗുഡ്. പക്ഷെ എൻ്റെ മുടിയിലെ ഫ്രണ്ട്സിലെ മോണിക്കയുടെ ഫുള്ളായിട്ടുണ്ട്. അയ്യോ, ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ എത്ര സമയം എടുക്കുമായിരിക്കും. അഴിച്ചിട്ടത് വളരെ വളരെ മണ്ടത്തരമായി പോയി എന്നേ ഞാൻ പറയും. ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പം കാസിൽ ഹില്ലെത്തി. സിഡ്നം ടു കാസിൽ ഹിൽ വരെ മെട്രോ സർവീസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്കിനി ഞങ്ങളുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് 1-2 സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞിട്ടാണ്. അങ്ങോട്ടേക്ക് മെട്രോ സർവീസ് ഇല്ല. ഇപ്പോൾ ഞങ്ങൾ കാസിൽ ഹിൽ ടവേഴ്സിൽ വന്നിരിക്കുകയാണ്. ഞം കഴിക്കാൻ വിശക്കുന്നുണ്ട്. ഇപ്പോൾ 1:30-2 മണിയായി. അപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. കാസിൽ ഹിൽ ടവേഴ്സിൽ കുറേ ഷോപ്സ് ഉണ്ട്. എല്ലായിടത്തും ഫുള്ളൊരു ഗ്രീൻ മയമായിരുന്നു. കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ പോയത് മലേഷ്യൻ റെസ്റ്റോറൻ്റായ പാപ്പാറിച്ച് എന്ന് പറയുന്ന ഒരു കടയിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ പാരമട്ടി വെച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അറിയാം എങ്ങനെയൊക്കെയായിരിക്കും ഇവിടുത്തെ ഫുഡ് എന്നുള്ളത്. ഏതാണ്ടൊരു ഇന്ത്യൻ ടച്ച് വരാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം യൂഷ്വലി ഞാൻ ഇവിടെ വരുമ്പം എപ്പോഴും ഓർഡർ ചെയ്യാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടി കനായി വിത്ത് ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ നാട്ടിലുള്ള പൊറോട്ടയും ചിക്കൻ കറിയും പോലെ തോന്നും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും അത് ഓർഡർ ചെയ്യുന്നത്. പിന്നെ അല്ലാത്ത കുറേ ഡിഷസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും ഓർഡർ ചെയ്യാറില്ല. കാരണം ആസ് യൂഷ്വൽ എനിക്ക് പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ പേടിയാണ്. ഇവിടെ വെയിറ്റർ ഒന്നും അല്ല കേട്ടോ നമ്മുടെ ഓർഡർ എടുക്കുന്നത്. നമുക്ക് അവരൊരു പേപ്പർ തരും. അതിൽ നമ്മുടെ ഐറ്റം കോഡും ഫുഡിൻ്റെ ഐറ്റം കോഡും ക്വാണ്ടിറ്റിയൊക്കെ എഴുതിയിട്ട് ഈ കാണുന്ന ബെല്ലിൽ ഞെക്കി കഴിഞ്ഞാൽ അവർ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകും. അതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എനിക്ക് ഏറ്റവും അബദ്ധം പറ്റിയത് ഈ കാണുന്ന ഡെസേർട്ട് വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ഞാൻ എന്തിനത് ഓർഡർ ചെയ്തെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ എൻ്റെ ഫുഡ് എത്തി. ഇതാണ് കേട്ടോ ഐറ്റം. ഒരു റൊട്ടിയെ തരൂ, പക്ഷെ ഫില്ലിംഗ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ ഡെസേർട്ട് കഴിച്ചതോടുകൂടി എൻ്റെ വയറ് വീർത്തു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ഫ്ലോപ്പ് ഡെസേർട്ട് കഴിച്ചിട്ട് ഇറങ്ങിയേക്കുമ്പോൾ എൻ്റെ നാക്കെല്ലാം കൂടെ കുഴയുന്നു. ഇതിലും വേറെ ഐസ് കട്ട തിന്നുന്നതായിരുന്നു. ഞാൻ ഐസ്ക്രീം കഴിക്കണം. ഇല്ല ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ജെലാറ്റിസ്മോ വാങ്ങി തരില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഡെസേർട്ട് വാങ്ങി. നിങ്ങളുടെ മക്ഫറി വാങ്ങുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്
ഞാനിത് ഇവിടുന്ന് വാങ്ങിയത്. എന്ത് വേണേലും വാങ്ങിക്കോന്ന് പറഞ്ഞു. എന്ത് വേണേലും ഞാൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഒരുമാതിരി ഒരു ഫ്ലോപ്പായിപ്പോയി. പക്ഷെ ബാക്കിയൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിൽ വാച്ചിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഈ വീക്കെൻഡ് ഒരു പ്രൊഡക്റ്റീവ് വീക്കെൻഡായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ സമയം ഏതാണ്ട് 4:10. ഇനിയൊന്ന് അടിച്ച് നനച്ച് കുളിക്കണം. അത് കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങണം. ഭയങ്കര ക്ഷീണമായി പോയി, രാവിലെ എഴുന്നേറ്റല്ലേ. അപ്പോൾ നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ ഒന്ന് ഉറങ്ങണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you in my next vlog. Till then, ta-ta!